ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ മഹാദേവവർമ്മയുടെ ജന്മശതാബ്ദിക്ക് വേണ്ടി സൂര്യമംഗലം തറവാട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ് രാജുവിൻ്റെയും പ്രതികയുടെയും കുടുംബങ്ങൾ. എന്നാൽ വല്ലാത്തൊരു ഭയത്തോടെ നിൽക്കുകയാണ് അംബിക. തൻ്റെ എന്തെങ്കിലും സത്യാവസ്ഥ പുറത്തു വന്നാൽ പിന്നെ തനിക്ക് ഋതികയുടെയും ആരുടെയും മുഖത്ത് നോക്കാൻ സാധിക്കില്ലെന്ന് ദീപകിനോട് ആദ്യം തന്നെ പറഞ്ഞിട്ടാണ് അംബിക അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും സ്വീകരണം കഴിഞ്ഞ് അകത്തേക്ക് കയറുന്നതാണ്. തുടർന്ന് സരസ്വതി തമ്പുരാട്ടി പറയുകയാണ്, എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. സൂര്യമംഗലം തറവാട്ടിലെ സ്വത്തുക്കളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ പ്രധാനമായും ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. തുടർന്ന് പ്രതാപം പറയുകയാണ്, അമ്മ എനിക്ക് തരാനായി ആഗ്രഹിക്കുന്ന സ്വത്തുക്കളെല്ലാം എൻ്റെ മരുമകനായ രാജുവിൻ്റെ പേരിലേക്ക് എഴുതി വെച്ചാൽ മതിയാകും. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രാജുവും ഋതികയും രാധമ്മയും മറ്റുള്ളവരും. എന്നാൽ ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന അംബികയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അംബികയാണ്. മഹാദേവവർമ്മയുടെ ഫോട്ടോയിൽ അടുത്ത് പോയി നിൽക്കുന്ന അംബിക പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ്. താൻ മഹാദേവവർമ്മയെ കത്തിമുനയിൽ നിർത്തിയതും കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലാൻ ഒരു മടിയും ഇല്ലാത്തവളാണ് അംബിക എന്ന് ദേഷ്യത്തോടെ പറഞ്ഞതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അംബിക ഓർക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി പ്രൊമോ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.